26-ാം ദിവസം. ശിഷ്യർ 3 തരം. ഓരോരുത്തർക്കും തങ്ങളെ തന്നെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഉപമ വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോള ആധ്യാത്മിക സാധനയിൽ 149-57 കൊടുക്കുന്നു. ഇക്കാലത്തിനു വേണ്ടി അത് ഇങ്ങനെ പരാവർത്തനം ചെയ്യാം. ഒരു ധനികൻ 3 പേർക്ക് ഓരോ കോടി രൂപ കൊടുക്കുന്നു. വന്നു കിട്ടിയ ഭാഗ്യത്തിൽ വലിയ സന്തോഷമാണ് ഒന്നാമത്തെ ആൾക്ക്. തനിക്ക് കിട്ടിയ പണം ഇപ്പോൾ തൻ്റെ പണം, മറ്റാർക്കും അവകാശമില്ലാത്ത പണം. ഞാനത് ബാങ്കിലിടും, ആവശ്യം പോലെ ഉപയോഗിക്കും. രണ്ടാമത്തെ ആൾക്കും പണം കിട്ടിയാൽ സന്തോഷമുണ്ട്. എന്നാൽ ഒരു സംശയമുണ്ട്. ഇത്രയും പണം, ഞാൻ സമ്പാദിക്കാത്ത പണം ഞാൻ എടുക്കണമോ, ഉപയോഗിക്കണമോ? പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ അയാൾ പണം തൻ്റെ പേരിൽ ബാങ്കിലിട്ടു. പിന്നെ ഒരിക്കലും വന്നില്ല. പണം അയാളുടേതായി ബാങ്കിൽ കിടന്നു. ആവശ്യം വന്നപ്പോൾ ഉപയോഗിച്ചു. മൂന്നാമത്തെ ആൾക്ക് കാര്യം വ്യക്തമാണ്. തന്ന മനുഷ്യൻ എന്തോ കാരണം കൊണ്ട് ഇത് തന്നു. എന്നാൽ ഞാനത് എടുക്കണം എന്നാണോ ദൈവഹിതം? ദൈവം പറയുന്നതെന്തോ അത് മാത്രം ഞാൻ ചെയ്യും. ദൈവം അതേ എന്നെനിക്ക് വെളിപ്പെടുത്തി തരുന്നതുവരെ പണം എൻ്റെ പക്കൽ വേണ്ട. സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഒരാളെ ഏൽപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കും, ഉപദേശം തേടും. മൂന്നാമത്തെ ആളുടെ നിലപാട് പാരമ്പര്യ ഭാഷയിലെ നിർമ്മമതയാണ്. പൂർവ്വപിതാവായ അബ്രഹാം വസ്തുക്കളുടെ കാര്യത്തിൽ തൻ്റെ അനന്തരവൻ ലോത്തിനോട് കാണിച്ചത് നിർമ്മമതയാണ്. നിനക്ക് വേണ്ടത് ഇടതുഭാഗമെങ്കിൽ ഞാൻ വലതുഭാഗമെടുക്കും. നിനക്ക് വേണ്ടത് വലതുഭാഗമെങ്കിൽ ഞാൻ ഇടതുഭാഗമെടുക്കും. ഇതിൻ്റെ അടിയിലുള്ള വിശ്വാസം ദൈവം തന്നെ നോക്കിക്കൊള്ളും എന്ന ഉറപ്പ്. ഭൗതികമായ എല്ലാം മാറും. മാറ്റമില്ലാത്ത ദൈവം മാത്രം എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ മാലാഹയോടും, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ യേശു പിതാവിനോടും പറഞ്ഞു. പണം, വസ്തുവകകൾ, ആരോഗ്യം, മനുഷ്യബന്ധങ്ങൾ, ജയം, ആയുസ് മുതലായ എല്ലാ കാര്യങ്ങളിലും ആ മൂന്നാമത്തെ ആളുടെ ആന്തരിക സ്വാതന്ത്ര്യവും സ്വസ്ഥതയും പ്രശാന്തതയും വേണോ? പിതാവിനോടും യേശുവിനോടും പരിശുദ്ധ അമ്മയോടും അപേക്ഷിക്കുക. ആമേൻ.